ഒന്ന് ദിനവൃത്താന്തം 14 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദിന്റെ വിജയം. ടൈറിലെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിനു വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രിപുത്രന്മാർ ഉണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ഷബോബ്, നാദാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപെലെത്ത്, നോഗ, നാഗെഫ്, യാഹിയ, എലിഷാമ, ബേലിയാദ, എലിഫെലെത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റെഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളി ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ്പെരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്ന് പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി. ദാവീദിന്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസ മരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൽസ മരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി.